ഹലോ, അസ്സലാമു അലൈക്കും. ഇനി റേഷൻ കടയിലെ പുഴുങ്ങല്ലരി ആരും വാങ്ങാണ്ടിരിക്കേണ്ട കേട്ടോ. നമുക്കിത് ഒന്നും വെറുതെ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ നമുക്ക് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കും ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യുക. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ റേഷൻ കടയിൽ പുഴുങ്ങലരി ഇല്ലെങ്കിൽ സാധാ പുഴുങ്ങലരി എടുക്കാം കേട്ടോ. റേഷൻ കടയിലാവുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതാ നമ്മൾ റേഷൻ കടയിൽ പുഴുങ്ങലരി എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 ബൗളാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ബൗൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കഴുകിയിട്ടൊന്നും ഇല്ല കേട്ടോ, അതേപോലെ തന്നെ എടുത്തിക്കുകയാണ്. പക്ഷെ ഇതിൽ വേറെയുള്ള ഇതൊന്നുമില്ല, നല്ല അരി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതാ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല തരിതരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടല്ലോ, അതാ ഇതൊരു പുട്ടുപൊടിയുടെയൊക്കെ പാകത്തിന് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ രണ്ടാമത്തെ ബൗളും നമ്മൾ ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ അരി ഇല്ലെങ്കിൽ മട്ടരി എടുക്കാം കേട്ടോ. ഇത് വെള്ളരി മാത്രം വേണമെന്നില്ല, മട്ടരി എടുക്കുക. വേഗത്തിൽ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ 2 ബൗളും നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോൾ നമ്മൾ ഈ റേഷൻ കടയിൽ ആ ഒരു മണമൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ പോയി കിട്ടും. നല്ലതായിട്ട് 2-3-4 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ കഴുകിയെടുക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് കഴുകിയെടുക്കുക കേട്ടോ, അരി പോവാണ്ട് കഴുകിയെടുക്കുക. അപ്പോൾ ഇത് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഒരു 3-4 പ്രാവശ്യമൊക്കെ കഴുകിയെടുക്കുക കേട്ടോ. റേഷൻ കടയിൽ അരി ആയതുകൊണ്ടാണ്. അപ്പോൾ അതാ നമ്മളൊരു 3-4 പ്രാവശ്യമൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വെള്ളമൊക്കെ നല്ലോണം കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അളന്നെടുത്ത അരിയുടെ പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിന് 2 പാത്രം അരിയല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1 പാത്രം വെള്ളമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ആ 1 പാത്രം വെള്ളം ഞാൻ ഈ അരിയുടെ പാത്രം ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് കേട്ടോ, കാരണം ഇതിലൊക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ 1 പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ വെള്ളം വറ്റി വരുമ്പോൾ നമ്മൾ ഈ അരി നന്നായി വെന്ത് വരില്ല കേട്ടോ, പകുതി വേവേ ആവുള്ളൂ. അപ്പോൾ ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഓപ്ഷനിലാണ്. ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്കിത് കഴിക്കുമ്പോൾ, ഈ നെയ്യുടെ ഒരു ചുവ കിട്ടുമ്പോൾ. അപ്പോൾ ഇതാ ഞാൻ 1 ടീസ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിമൊക്കെ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. വേഗത്തിൽ വറ്റി കിട്ടും. ഇത് ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ അരി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് വേഗത്തിലൊന്ന് വറ്റിച്ചെടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതൊന്ന് വറ്റി വരട്ടെ. 1-1.5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് വറ്റി കിട്ടും കേട്ടോ. ഇപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത് നമ്മൾ കുതിർത്താനൊന്നും ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ അതിനാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ റേഷൻ കടയിലെ വെള്ളരി ഒരിക്കലും മേടിക്കാണ്ടിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നല്ലോണം വറ്റിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ലോണം വെള്ളം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ ആവണത്. നല്ലോണം വറ്റിയ ഉള്ളിൽ നമുക്ക് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുപോലെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെയാണ്. പിന്നെ ഇളക്കിയെടുക്കുമ്പോൾ നോൺ സ്റ്റിക്ക് ചട്ടിയിൽ ഇടയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അടി പിടിക്കാണ്ടിരിക്കും. ഇനി അതൊന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും ഞാൻ എളുപ്പത്തിലൊരു കടലക്കറി ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ ഒരു 3 അല്ലി വെളുത്തുള്ളിയും 4 അല്ലി ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞെടുത്തതാണ്. അതൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. പിന്നെ ഞാൻ കുക്കറിൽ നമ്മൾ തലേ ദിവസം കുതിർത്തെടുത്ത കടലുണ്ടല്ലോ, കടലയും
അതേപോലെ ഒരു സവാള അരിഞ്ഞതും, ഒരു തക്കാളി, ഒരു 2 പച്ചമുളക്, പിന്നെ 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് മുറിക്കാണ്ട് അതും ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് മാത്രം അരിഞ്ഞെടുത്തിട്ടില്ല. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതൊരു 4-5 വിസിൽ അടുപ്പിച്ചെടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് കടല എത്ര ഉണ്ട് വേവണം വിസിലടിക്കണം അത്രയും അടുപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു തക്കാളി, ഒരു സവാള, ഒരു 2 പച്ചമുളക് കേട്ടോ. അപ്പോൾ അതാ നമ്മളത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി 1/2 ടേബിൾ സ്പൂണും മുളക് പൊടിയും, ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1/2 ടേബിൾ സ്പൂണ് നമ്മൾ ചിക്കൻ മസാലയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കടല വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് ഇതിൽ വേവിച്ചെടുക്കണില്ല. ഈ എണ്ണയിൽ ഇട്ടിട്ട് ഇതൊന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പൊടികൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ, ഫ്ലെയിം കൂട്ടി വെക്കണ്ട. ഇതൊന്ന് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങും കടലയും, നമ്മളെ ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ കടലക്കറി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്, അതേപോലെ നല്ല കളറും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. എല്ലാം കൂടി കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉള്ളി മൂപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി പൊടികളിട്ടിട്ട്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് തേങ്ങ അരച്ച് കറിയൊക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ച് കൂട്ടാം കേട്ടോ. ഇത് ഞാൻ തേങ്ങ ഒന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയെടുത്ത ഉരുളക്കിഴങ്ങ് കടലക്കറിയാണ്. ഇപ്പോൾ അതാ ഇത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. 1-2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഫ്ലെയിം മീഡിയത്തിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ കണ്ടല്ലോ നല്ല കുറുക്കത്തിൽ തന്നെ ഇരിക്കുന്നത്. ഞാൻ ഇത്ര മതി. നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ അടച്ചെക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ഇനി ഇതൊരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ടിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, അപ്പോൾ നല്ല ഒന്ന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ചൂടാറി. അപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ടൊന്നുമില്ല, അതിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ 1 മുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ചിരവി എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പുട്ടിനൊക്കെ തേങ്ങ അത്യാവശ്യം എടുക്കുമല്ലോ, ആ തേങ്ങ എടുത്തോളൂ. ഇതിലേക്ക് അത്യാവശ്യം തേങ്ങ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ. ഈ തേങ്ങ കുറവാണെന്ന് വെച്ചിട്ട് പേടിക്കൊന്നും വേണ്ട. അതേപോലെ നിങ്ങൾക്ക് ഇതിലേക്ക് ചെറിയുള്ളി, ജീരകം ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് ഈ തേങ്ങ എല്ലാ ഭാഗത്തും ആവോളൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ അതാ തേങ്ങയൊക്കെ എല്ലാ ഭാഗത്തും ആവോളം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഓരോ ഉരുളകളാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇതുപോലെ ഓരോ ഉരുളാക്കി എടുക്കുക. നിങ്ങൾക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് ഉരുളാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ദാ ഇതുപോലെ ഉരുളാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇത്ര വലുപ്പത്തിലാണ് കേട്ടോ ഉരുളാക്കി എടുത്തിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ എടുത്ത ഈ പാത്രത്തിൽ തന്നെ അത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അടുത്തത് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ അരിമാവ് ഒരു അര ഭാഗം വേവായിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഇത് മൊത്തത്തിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആക്കിയെടുക്കുമ്പോഴാണ് നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റുക കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ ഇതിൽ ഇഡ്ഡലി തട്ടിൽ എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്, വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഈ തട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഉരുട്ടിയെടുത്ത ഉരുളകൾ മൊത്തത്തിൽ ഇതിൽ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇത് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ അതാ നമ്മൾ 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ഇനി നമുക്കിത് ഇതൊന്ന് എടുത്ത് മാറ്റാം. ഇത് ചൂടാറിയാലും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഓരോന്ന് നമ്മൾ എടുത്ത് മാറ്റുന്നുണ്ട്. ഒന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അതേപോലെ നമ്മൾ പുട്ടൊക്കെ കഴിക്കണ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിനുണ്ടാവുക.
അപ്പോൾ നല്ല രുചിയാണ്. ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കടലക്കറി കൂടി ഉണ്ടെങ്കിൽ എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ. അപ്പോൾ ഒരാളൊരു 3 4 ഒക്കെ വെച്ച് കഴിക്കും കേട്ടോ. ടേസ്റ്റ് കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം. അപ്പോൾ ഈ ഒരു കടലക്കറി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കടലക്കറി കൂടിയാണ് കേട്ടോ. ഈ പുട്ടിലേക്ക് നമുക്ക് കടലക്കറിയും ചിക്കൻ കറിയും ഏത് കറിയും ചേരും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.